സിമ്പിളായിട്ട് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നിൽക്കുക. അതായത് ഓട്ടോ ഹോൾഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് ഇറക്കത്ത് കൊണ്ടുപോയി വണ്ടി ഈസി ആയിട്ട് ഹാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളൊക്കെ ഓൺ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, റൈഡേഴ്സ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏതറിൻ്റെ 450X ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട്. 450Xൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. 3.7 kWh ബാറ്ററി പാക്ക് വരുന്ന വേരിയൻ്റ് ആണ്. ഇതിനകത്ത് 2 ബാറ്ററി ഓപ്ഷനുണ്ട്. 2.9 kW ബാറ്ററി ഓപ്ഷനുണ്ട്, 3.7 ബാറ്ററി ഓപ്ഷനുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ IDC ക്ലെയിംഡ് റേഞ്ച് 130 ഒക്കെയാണ്. പക്ഷേ റിയൽ വേൾഡിൽ നമുക്കൊരു 110 വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ തീമാണ് ഏതറോടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ സൈസ് ഭയങ്കര കോമ്പാക്റ്റ് ആണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറേ പേരുണ്ട്, അതേപോലെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രണ്ട് കോമ്പിനേഷനോട് ചേരുമ്പോൾ ഒരു EVക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഡിസൈൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്കിൻ്റെ പൊസിഷനിങ് ആണ്. അതായത് റിയർ ഡിസ്ക് ഉണ്ട്, റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ലെഫ്റ്റ് സൈഡിലും കൊടുത്ത്. അതിനൊരു കാരണമുണ്ട്. ആ റിയറിലെ ബെൽറ്റ് ഡ്രൈവ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പൊസിഷൻ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയത്. മെയിനായിട്ട് ഇതിന് 4 റൈഡിങ് മോഡ്സാണ് വരുന്നത്. സ്മാർട്ട് എക്കോ, റൈഡ്, സ്പോർട്ട്, വാർപ്പ് എന്ന് പറഞ്ഞ് 4 മോഡ്സാണ് വരുന്നത്. ഓക്കെ, ഇതിപ്പം റൈഡ് മോഡിലാണ്. 50% ബാറ്ററി ഉണ്ട്, 51 കിലോമീറ്റർ ഓടും. ഇനി നമ്മൾ അടുത്ത മോഡിലോട്ട് മാറി. ഇത് സ്പോർട്ട് മോഡാണ്. സ്പോർട്ട് മോഡ് വരുമ്പോൾ 50% ചാർജ്, 48 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വന്നത് ഇതാണ് വാർപ്പ് മോഡാണ്. ഇത് ഏറ്റവും ടോപ്പ് മോഡലാണ്, ഏറ്റവും പവർഫുൾ മോഡാണ്. 50% നമുക്ക് 44 കിലോമീറ്ററാണ് ഓടുന്നത്. അപ്പോൾ ഇത്രയും മോഡാണ്. നമ്മൾ നോർമലി ഈ എക്കോ സ്മാർട്ട് എന്ന് പറയുന്ന ഈ മോഡ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു 110 cc ഒരു ആക്റ്റീവൊക്കെ ഓടിക്കുന്ന രീതിയിലുള്ളൊരു പവറാണ് കിട്ടുന്നത്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ റേഞ്ചും കിട്ടുന്നത്. ആക്ച്വലി നമ്മുടെ സിറ്റി യൂസിനൊക്കെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് നല്ല റിഫ്ലക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് ടൈമുണ്ട്, ഇൻബിൽട്ടായിട്ട് നാവിഗേഷൻ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ടച്ച് സ്ക്രീനാണ്, നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡ്സിനെ പറ്റി തന്നെയാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള മോഡെന്ന് പറയുന്നത് സ്മാർട്ട് എക്കോ എന്ന് പറയുന്ന മോഡാണ്. അപ്പോൾ ആ ഒരു മോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ച് തന്നെയാണ്. ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന മോഡ് സ്മാർട്ട് എക്കോ ആണ്. നമുക്ക് കിട്ടുന്ന ഒരു 100 to 110 വരെയാണ് റേഞ്ച് കിട്ടുന്നത്. ഇതിൻ്റെ IDC ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് 130 പക്ഷേ ആ റേഞ്ചല്ല നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്നത്. ഒരു 100 മുതൽ 110 വരെയാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒട്ടുമിക്കുള്ള സിറ്റി യൂസിനും ഈ മോഡിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഏകദേശം 50 കിലോമീറ്ററോളമാണ് കയറുന്നത് ഈ മോഡിനകത്ത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 110 cc ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ കൊണ്ടു നടക്കുന്ന രീതിയിലുള്ള ഒരു ആക്സിലറേഷനാണ് നമുക്ക് ഈ സ്മാർട്ട് എക്കോ എന്ന് പറയുന്ന ഒരു മോഡിലോട്ട് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ മോഡെന്ന് പറയുന്നത് റൈഡ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡാണ്. അപ്പോൾ ഈ റൈഡ് മോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്മാർട്ട് എക്കോക്കാട്ടി കുറച്ചുകൂടി നമുക്കൊരു പഞ്ച് കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി ഒരു പവർ കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ റേഞ്ചിനകത്ത് ഒരുപാട് വ്യത്യാസമൊന്നും കുറയുന്നൊന്നുമില്ല. ഒരു 90 to 95 തന്നെ എന്നിട്ടും നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡാണ് റൈഡ്. അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഇതിനകത്ത് നിന്ന് റേഞ്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞ മോഡ് തന്നെ ഇടുന്നതാണ് നല്ലത്. ഇനി മൂന്നാമത്തെ മോഡിലേക്ക് വരുവാണെങ്കിൽ സ്പോർട്ട് മോഡാണ് മൂന്നാമത്തെ മോഡ്. ഈ മോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റേഞ്ച് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒരു 80 to 85 നമുക്ക് കിട്ടാവുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ഈ മോഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആക്സലറേഷനും കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ഡിഫോൾട്ട് ചോയ്സായിട്ട് ഞാൻ സ്പോർട്ടിനെയാണ് കണക്കാക്കുന്നത്. ഇനി ഫൈനൽ മോഡ് വാർപ്പ് മോഡ് ഒരു രക്ഷയില്ലാത്ത മോഡാണ്. കാര്യം ഇതിൻ്റെ ആക്സലറേഷൻ ഇൻസൈനാണ്. ആ വണ്ടി ത്രോട്ടിൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കയറുന്നൊരു കയറ്റം കാണാം. ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ആക്സലറേഷൻ ഉള്ളൊരു മോഡാണ് വാർപ്പ് മോഡ്. എൻ്റെ ഫേവറേറ്റ് മോഡാണ് വാർപ്പ് മോഡ്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് ഒന്ന് കുറച്ച് കുറയും. ഒരു 70 to 80 നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഒരു തെറ്റും പറയാനില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ മോഡിലിട്ട് തന്നെ നമ്മൾ ഓടിക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആക്സലറേഷൻ ഉള്ളൊരു മോഡാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മോഡാണ്. അറിയാലോ ഇവിടെ ആക്സലറേഷൻ ഒരു രക്ഷയില്ലാത്തൊരു ആക്സലറേഷനാണ്. ഒരു ഐസ് എഞ്ചിൻ്റെ കണക്കല്ല, ഭയങ്കര ടോർക്കിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കിക്കാണ്. ഇത് 0 to 40 ഒക്കെ ഏകദേശം 3.3 സെക്കൻഡിലാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 90 km/h ആണ്. ഇനി ഇതിൻ്റെ ചാർജിങ് ടൈമിനെ കുറിച്ച് പറയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 3.7 kWh ബാറ്ററി പാക്കാണ്. അപ്പോൾ ഇതിന് 0 to 80 വരാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂർ 12 മിനിറ്റാണ്. അതായത് ഹോം ചാർജിങ്ങിലൂടെ കിട്ടുന്നതാണ്. 0 to 80% ആവാനായിട്ട് 3 മണിക്കൂർ 12 മിനിറ്റ് എടുക്കും. അതേപോലെ 0 to 100 ആവാനായിട്ട് 5 hours 15 minutes ആണ് എടുക്കുന്നത്. അതായത് ആ 80% കഴിഞ്ഞിട്ട് 100 ആവാനായിട്ട് കുറച്ച് ടൈം കൂടുതലെടുക്കും. എല്ലാ EVസും അങ്ങനെയാണ്, കുറച്ചുകൂടി ഒരു ടൈം എടുത്തിട്ടാണ് ആ ഒരു 80 to 100 പോകുന്നത്.
അപ്പോൾ ആ 80-100 ആവാനായിട്ട് കൂടുതൽ ടൈം എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയാണ്, അതായത് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ വേണ്ടി തന്നെയാണ്. അതായത് ആ 80 വരെ ചാർജ് ആയിരിക്കുമ്പോൾ ആൾറെഡി അത് ബാറ്ററി കുറച്ച് ഹീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു സ്പീഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ ലൈഫിനെയൊക്കെ അത് നല്ല രീതിയിൽ ബാധിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എല്ലാ EVസിലും ഇതേ രീതിയിലാണ് ചാർജ് ആവുന്നത്. അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത്, വണ്ടിയൊക്കെ അത്യാവശ്യം നമ്മൾ ഓടിച്ച് അത്യാവശ്യമൊക്കെ ചൂടായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ EVs ഒക്കെ ആണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യാൻ ഇടുന്നതിനായിട്ട് മുമ്പായിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് ആ വണ്ടി ഒന്ന് കൂൾ ഡൗൺ ആവാൻ വേണ്ടി ഒന്ന് കുറച്ച് ടൈം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഒരുപാട് ഡിസ്റ്റൻസ് ഒക്കെ ഓടി വന്നിട്ട് ഡയറക്റ്റ് കൊണ്ടുവന്ന് പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്തിരിക്കുക. അത് ബാറ്ററി ലൈഫ് കുറച്ചുകൂടി കുറയ്ക്കും. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ടിപ്സൊക്കെ പറയുന്നത്. അപ്പം മാക്സിമം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആയി കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ഓട്ടോ കട്ട് ഓഫ് ആണ്. അതായത് നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് ആ ഒരു ടേണൊക്കെ തിരിഞ്ഞിട്ട് നോർമലായി കഴിയുമ്പോഴത്തേക്ക് ആ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകുന്നുണ്ട്. ഇത് പണ്ടൊരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്, ബജാജ് എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. പൾസർ എന്ന് പറഞ്ഞ സീരീസിനകത്ത് ഓട്ടോ കട്ട് ഓഫ് ഉള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫീച്ചർ എടുത്തങ്ങ് കളഞ്ഞു. എന്തായാലും ഇത് ഏതർ നൈസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാര്യം നമ്മൾ റോഡിൽ സ്ഥിരം കാണുന്നതാണ് ഓരോ ടീമുകളൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ തിരിയാനായിട്ട് ഇരിക്കുമായിരിക്കും, പക്ഷേ അവർ പോലും അറിയുന്നില്ലായിരിക്കും ആ ഇൻഡിക്കേറ്റർ ഓണാണെന്നുള്ളത്. അതൊക്കെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് തന്നെ കണക്കാക്കാം. ഇനി ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫീച്ചർ. ഇതാ നല്ലൊരു ഇറക്കത്താണ് നമ്മൾ നിൽക്കുന്നത്, കൈ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ബ്രേക്സിലൊന്നും പിടിച്ചിട്ടില്ല, വണ്ടി ദാണ്ട ഓട്ടോ ഹോൾഡിൽ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അമ്മാതിരി ഫീച്ചേഴ്സാണ് ഏതർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ്. അതായത് ഓട്ടോ ഹോൾഡൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ നല്ല രീതിയിൽ യൂസ് വരുന്ന ഫീച്ചറാണ്. അതുകൊണ്ടാണ് ഈ മെയിൻ സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നത്. പിന്നെ മെയിനായിട്ടൊരു സംഭവം എന്ന് പറയുന്നത് മാജിക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അതായത് നമ്മുടെ ആക്സിലറേറ്റർ കൊടുക്കുന്ന ടൈമിൽ, നമ്മൾ വിടുന്ന ടൈമിൽ ആ ഒരു റീജൻ വർക്ക് ചെയ്യും. അതായത് റീജൻ അറിയാലോ, ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ കൂടി അതിനകത്ത് നടക്കുന്നുണ്ട്. അത് കൂടാതെ വണ്ടി കുറച്ച് സ്ലോ ആവും, ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് പോലെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് അധികം ബ്രേക്സ് യൂസ് ചെയ്യേണ്ട, അന്നേരം ബ്രേക്ക് പാഡ്സിൻ്റെയൊക്കെ ലൈഫൊക്കെ കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട്. EVയിലേക്ക് ഒരു സ്പെഷ്യാലിറ്റിയാണ് ആ ഒരു ഫീച്ചർ ഉണ്ടായതുകൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഈ ഐസ് എഞ്ചിനകത്തൊക്കെ നമ്മൾ എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്യത്തില്ലേ, ആ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടെ റീജനായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ബാറ്ററി കുറച്ചുകൂടി ചാർജ് കയറും, അതൊരു പ്ലസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ പാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതായത് നമുക്കൊരു റിവേഴ്സ് അസിസ്റ്റ് കിട്ടും. ഒരു മോഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിൽ വണ്ടി ഓടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ നമുക്ക് വണ്ടി ബാക്കപ്പ് എടുക്കണമെങ്കിൽ ആ മോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കപ്പ് എടുക്കാം. അപ്പോൾ ഇതിന് റിയലി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രൂസ് കൺട്രോളാണ്. ഇപ്പോൾ നമ്മൾ ക്രൂസ് കൺട്രോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രൂസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൈ ജസ്റ്റ് ഒന്ന് വിട്ട് കാണിച്ചിരിക്കുകയാണ്. പക്ഷേ ക്രൂസ് കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞ് ആരും കൈവിട്ട് വണ്ടി ഓടിക്കരുത്. അപ്പോൾ ഫീച്ചേഴ്സ് ഒന്നും ഇവിടെ തീരുന്നില്ല, ഇനിയും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് ക്രാഷ് അലേർട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ സ്കോറൊക്കെ നമുക്ക് ഈ സ്ക്രീനകത്ത് കാണാൻ പറ്റും. പിന്നെ ഗൂഗിൾ മാപ്സ് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം, ലൈസൻസ്, വണ്ടിയുടെ RC, അതേ കണക്ക് വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഈ സ്ക്രീനകത്ത്, അതായത് വണ്ടിക്കകത്ത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേ കണക്ക് ടോ ആൻഡ് തെഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. വണ്ടിയൊക്കെ ആരെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഫോണിൽ വരും. അതേപോലെ തന്നെ ഫൈൻ മൈ സ്കൂട്ടർ എന്ന് പറഞ്ഞു വണ്ടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ആപ്പ് വഴി ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബ്രേക്സിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു കോമ്പി ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ABS കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. എന്നിരുന്നാൽ പോലും ഇതിനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നൊരു ബ്രേക്സും കാര്യങ്ങളൊക്കെയാണ് ഏതർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഡിസ്കിനകത്ത് നമുക്കൊരു സ്പീഡ് സെൻസർ കാണാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു സെൻസറാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി, അതേപോലെ സസ്പെൻഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു സ്മൂത്ത് റൈഡ് ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം ബംപ്സും കാര്യങ്ങളും എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് കൂടുതൽ റോഡിൻ്റെ ഫീലും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. എല്ലാ ബംപ്സും നമുക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്ത് തരുന്നുണ്ട്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൈഡ് ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഏതാണ്ട് ഈ ആക്സലറേഷൻ സൗണ്ട് അതൊരു രക്ഷയില്ല. നമ്മുടെ ബാറ്റ്മാൻ്റെ ബാറ്റ് മൊബൈലിൽ കണക്കാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സൗണ്ട് ഭയങ്കര സിമിലാരിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ സാധാരണ EVസിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. കാര്യം ഐസ് എഞ്ചിനകത്തുള്ള എഞ്ചിൻ്റെ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഭയങ്കര ഒരു മിണ്ടാപ്രാണിയെ പോലെയാണ് പോകുന്നത്. പക്ഷേ ഏതാണ്ട് കാര്യം അങ്ങനെയല്ല. നമുക്ക് ആ ഒരു ബാറ്റ്മാൻ്റെ ബാറ്റ് മൊബൈലിൻ്റെ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്.
ഒരു EV-ക്കകത്ത് കിട്ടാവുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് സൗണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു ഇമ്പ്രസീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഏതറിൻ്റെ 450Xൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതറിന് എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഔട്ട് ഓഫ് 10 എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മളെ ഇമ്പ്രസ് ചെയ്തൊരു വണ്ടിയാണ് ഏതറിൻ്റെ 450X. അപ്പോൾ നിങ്ങളൊരു EV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കേണ്ട ഒരു വണ്ടിയാണ് ഏതറിൻ്റെ 450X. അതേപോലെ ഏതറിൻ്റെ റിറ്റ്സയും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു EV നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ബ്രാൻഡാണ് ഏതർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഭരണിക്കാവിലുള്ള കൂട്ടുകാരൻ ഏതർ എന്ന് പറയുന്ന ഡീലർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതറിൻ്റെ വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.